الحمد لله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ നീക്കുപോക്കുകളും ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അവൻ്റെ ഹാഫിളീങ്ങളായ മാലാഖമാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്ത് വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഹിജ്റ വർഷം 9 ഹിജ്റ 9-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ മദീനയിലാണ്. അതിശക്തമായ വേനലിൻ്റെ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാചകനും സ്വഹാബത്തുമൊക്കെ. വരൾച്ചയും ക്ഷാമവും ചൂടുമൊക്കെ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അറേബ്യയിലെ അവസ്ഥ നമുക്കറിയാം.
ശക്തമായ ചൂടിലാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സായ കാർഷിക വിളയായ ഈത്തപ്പന കായ്ക്കുന്നതും പാകമാകുന്നതുമൊക്കെ നല്ല ചൂടിലാണ്. ഈത്തപ്പനകളിലൊക്കെ നല്ല വിളവ് എത്തി നിൽക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് റോമൻ സൈന്യം ഇസ്ലാമിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ടെന്നും അവരെ നമുക്ക് എതിരിടേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ തയ്യാറാവണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. അസഹനീയമായ വേനലിന്റെ ചൂടാണ്, ദുസ്സഹമായ യാത്രയാണ്, ദാരിദ്ര്യത്തിന്റെ ക്ഷാമത്തിന്റെ വല്ലാത്ത ഒരു വറുതിക്കാലമാണ്. ഭക്ഷണമോ വേണ്ട ആയുധങ്ങളോ ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥയാണ്. ചരിത്രത്തിൽ ജയ്ഷുൽ ഉസ്ര ക്ലേശങ്ങളുടെ സൈന്യമെന്നാണ് ചരിത്രത്തിൽ ഈ സൈന്യത്തെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നത്. വേണ്ടത്ര യുദ്ധസന്നാഹങ്ങളോ സാമ്പത്തിക ശേഷിയോ ഇല്ലാത്തതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോടൊക്കെ പറഞ്ഞു, കഴിവിന്റെ പരമാവധി നിങ്ങളൊക്കെ സഹായിക്കണം. യുദ്ധത്തിലേക്കുള്ള ഫണ്ട് കഴിവിന്റെ പരമാവധി സമാഹരിക്കേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തൊക്കെ വിശ്വാസികളൊക്കെ അതീവ ഉത്സാഹത്തോടുകൂടെ തന്നെ കഴിവിന്റെ പരമാവധി അതിൽ ഭാഗവാക്കാകുകയാണ്. തന്റെ സമ്പത്തിന്റെ പാതിയോളം സമാഹരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരുന്നത്. ഇനി എന്താണ് താങ്കൾക്ക് ഉള്ളതെന്ന് ചോദിച്ചപ്പോ റസൂലേ, പകുതിയേ ഉള്ളൂ, ബാക്കി പകുതിയും ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്പം കഴിഞ്ഞ് കടന്നു വരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ഈ ഒരു ഫണ്ടിലേക്ക് ദാനം ചെയ്യുകയാണ്. പ്രവാചകൻ ചോദിച്ചു, എന്താ കുടുംബത്തിന് ഈ ബാക്കി വെച്ചിട്ടുള്ളത്? ചരിത്ര പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ മറുപടി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും, അള്ളാഹുവിന്റെ റസൂലെ, അവർക്കിനി അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമാണുള്ളത്, ബാക്കിയൊക്കെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്യുകയാണ്. അഥവാ വിശ്വാസികളായ ആളുകൾ, സ്വഹാബത്ത് ഒക്കെ യാതൊരു മടിയും കൂടാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു മനപ്രയാസവുമില്ലാതെ ദാനം ചെയ്യുന്നു, സഹകരിക്കുന്നു, സഹായിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നിൽക്കുകയാണ്. എന്നാൽ മുനാഫിക്കുകളായ ആളുകൾ, കപട വിശ്വാസികളായ ആളുകൾ, അവര് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ യുദ്ധത്തിന് പോവുക? എന്തായിരിക്കും യാത്രയുടെ ഒക്കെ അവസ്ഥ? എന്താ ചൂട്, എന്താണ് വെയില്? ഈ സമയത്തല്ലേ ഈത്തപ്പന വിളവെടുക്കേണ്ട സമയം, ഈ സമയത്ത് നമ്മൾ യുദ്ധത്തിന് പോയാൽ എന്താകും? ഇങ്ങനെ അവർ പരസ്പരം മുഖമുറുക്കുകയും സംസാരിക്കുകയും പല ആളുകളും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 81-ാമത്തെ വചനം ഞാൻ ആമുഖമായി ഓതി വെച്ചത് അതാണ്. അള്ളാഹു അവരോട് പറഞ്ഞ ഒരു വർത്തമാനം. അള്ളാഹു അവരോട് പറഞ്ഞു, وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. അവര് പറയുകയാണ്, ലാ തൻഫിറു ഫിൽ ഹർ, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഈ ചൂടിൽ, ശക്തമായ ചൂടിൽ നിങ്ങൾ ഈ യുദ്ധത്തിന് പുറപ്പെടരുത്. ഇത് ശക്തമായ അസഹനീയമായ യാത്രയാണ്, ഈ സമയത്ത് നിങ്ങൾ പോവരുത്. അള്ളാഹു പറയാണ്, കുൽ, പ്രവാചകരെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ചൂട് ഇതല്ല ചൂട്. നാറു ജഹന്നം, നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ ജഹന്നം എന്ന നരകം, അതിന്റെ അശദ്ദു ഹർറ, അതിന്റെ ചൂട് അശദ്ദു ഹർറൻ, അതിശക്തമായ ചൂടാണ്. ഇതൊന്നല്ല ചൂട്, നരകം വരാനുണ്ട്. അതാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. ഈ യുദ്ധത്തിന് പോകുന്നത്, ഇസ്ലാമിന് വേണ്ടി പടപൊരുതുന്നത്, പ്രവാചകനോടൊപ്പം നിൽക്കുന്നത്, പ്രവാചകന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നത്, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ എന്തിനാണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതാണ് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഈത്തപ്പഴ
കുലച്ചു നിൽക്കുന്നത് കണ്ടിട്ടോ ഈ അതിശക്തമായ ചൂടിലെ ദുസ്സഹമായ യാത്രയെക്കുറിച്ച് ഓർത്തിട്ടോ നിങ്ങൾ പിൻവാങ്ങേണ്ടവരല്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ നരകമുണ്ട്, നരകത്തിലെ ചൂട്. ഖുൽനാറു ജഹന്നമ അശദ്ദു ഹറാ ലൗ കാനൂ യഫ്ഖഹൂൻ. അവരിതൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ഇവരുടെ ഹൃദയത്തിൽ ഈമാനില്ല, കപട വിശ്വാസികളാണ്. അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദാഢ്യതയോടുകൂടെ ജീവിക്കാൻ അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അള്ളാഹു പഠിപ്പിക്കുന്നത്. പക്ഷെ നരകമുണ്ട് മുന്നിൽ, അതിന്റെ ചൂടാണ് ഇതിനേക്കാൾ വലിയ ചൂട്. സഹോദരങ്ങളെ, നമ്മളും ചൂടിന്റെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്, അല്ലേ? ശീതീകരിക്കാത്ത പള്ളികളിലോ വാഹനങ്ങളിലോ വീടുകളിലോ ഒന്നും നമുക്ക് താമസിക്കാനോ യാത്ര ചെയ്യാനോ നമസ്കരിക്കാനോ ഒന്നും പറ്റാത്ത വല്ലാത്ത ദുസ്സഹമായ കടുത്ത ചൂടിലൂടെയാണ് നമ്മുടെ നാടും പോകുന്നത്. പഠനങ്ങൾ പറയുന്നത് ഇതല്ല, ഇനിയും ചൂട് കൂടുമെന്നുള്ളതാണ്, ഇനിയും ചൂടുണ്ടാകുമെന്നാണ്. പക്ഷേ ഇങ്ങനെ കാലാവസ്ഥകൾ മാറി മറയുമ്പോൾ, ശക്തമായ ചൂടും ശക്തമായ തണുപ്പും മഴയും വെയിലും രാവും പകലുമൊക്കെ മാറി മാറി വരുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ചില പാഠഭാഗങ്ങളുണ്ട്. നമ്മളങ്ങനെ ചൂട് കൊണ്ട് AC ഇട്ട് ഇരുന്ന് അങ്ങനെ പോകേണ്ടവരല്ല. മറിച്ച് ചൂട് കൊള്ളുമ്പോ, ദുസ്സഹമായ യാത്രകൾ അനുഭവിക്കുമ്പോ, ചൂടിന്റെ പ്രയാസങ്ങളെ കുറിച്ച് മനസ്സിലാകുമ്പോ, പഠനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇനിയും ചൂട് കൂടുമെന്ന് പറയുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ, സൂറത്തു നൂറിലെ 44-ാമത്തെ വചനം, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഈ കാലാവസ്ഥകളൊക്കെ മാറി മറയുന്നത്, ഈ രാപ്പകലുകളൊക്കെ മാറ്റിമറിക്കുന്നത് ഇതൊക്കെ അല്ലാഹുവാണ്. ഇതിന്റെ ഒന്നും പിന്നിൽ വേറൊരു ശക്തിയുമില്ല. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. കണ്ണുള്ളവർക്ക്, കാഴ്ച ശക്തിയുള്ളവർക്ക്, കാണാൻ കഴിയുന്നവർക്ക് ഇതിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ചൂട് കൂടുമ്പോ അതിന് പഠിക്കലല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ചില ഇബ്റത്തുകൾ, ഗുണപാഠങ്ങൾ വിശ്വാസി നിർദ്ധരിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലിയ ശക്തമായ ചൂടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ യാത്രകൾ, അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജോലി സമയം, ഇതൊക്കെ മാറ്റുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എവിടെയാണുള്ളത്, അല്ലേ? സൂര്യനെ നമ്മളിങ്ങനെ നോക്കുമ്പോ, നമ്മള് ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്ന ഒരു ബോളിന്റെ അത്ര വലിപ്പമുള്ളൂ സൂര്യൻ ഇവിടുന്ന് നോക്കുമ്പോ, അല്ലേ? പക്ഷേ ആ സൂര്യനിൽ നമുക്ക് ശാസ്ത്രം പഠിപ്പിച്ചു തരുന്നു, നമ്മുടെ ഭൂമി എത്രയെങ്ങാനും വിശാലമായ ഭൂമികൾ, ഈ ഭൂമി എത്രയെങ്ങാനും വിശാലമാണ്. നമ്മൾ ആരാ ഇതിന്റെ അറ്റം കണ്ടിട്ടുള്ളത്? എത്ര വിശാല വിസ്തൃതമായ ഈ ഭൂമി! ഇതുപോലത്തെ 13 ലക്ഷത്തിലധികം ഭൂമികളെ ഒതുക്കി വെക്കാൻ സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ട് സൂര്യനിൽ. എങ്ങനെ നാം ജീവിക്കുന്ന ഈ വിശാല വിസ്തൃതമായ ഭൂമി, ഈ ഇതുപോലെ 13 ലക്ഷത്തിലധികം ഭൂമികളെ ഒതുക്കി വെക്കാൻ, അടുക്കി വെക്കാൻ സ്ഥലമുണ്ട് നാം കാണുന്ന ഈ ചെറിയ ഒരു ഫുട്ബോൾ പോലെ കാണുന്ന ആ സൂര്യന് എന്നർത്ഥം. പിന്നെ എന്താ നമ്മൾ അത്ര ചെറുതായിട്ട് കാണുന്നത്? എത്രയോ കിലോമീറ്ററുകൾ, ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ് സൂര്യനുള്ളത്. ആലോചിച്ച് നോക്കൂ, ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് ലഭിക്കുന്ന ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്, അതാണ് നമുക്ക് അസഹനീയമായി മാറുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് പോയിട്ടും എന്നാൽ രാത്രി അതിന്റെ ബാക്കി പത്രം നമ്മൾ അനുഭവിക്കണം. ഫാനില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല, AC ഇല്ലാതെ പകല് മാത്രമല്ലേ സൂര്യനുള്ളൂ, പക്ഷെ രാത്രി ചൂട് കുറയുന്നുണ്ടോ? രാത്രിയും അസഹ്യമായ ഉഷ്ണമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ AC-യോ ഫാനോ ഒന്നും മതിയാകാത്ത അവസ്ഥയിലൂടെയാണ്. പഠനങ്ങൾ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന അതേ ചൂട് ഇവിടേക്കും അധിക താമസമില്ലാതെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വരും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേനലിൽ ചൂട് കണക്കുമ്പോ, അസഹനീയമായ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ചില പാഠങ്ങളുണ്ട്. അള്ളാഹു മുനാഫിക്കുകളോട് പറഞ്ഞതെന്താ? അവര് ഈ ചൂടത്ത് പോകാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ദുനിയാവിലെ ചൂടത്ത്
ഇത് പ്രയാസമാണ്, ഈ ചൂടത്ത് ആരാ പോവുക? ഇത് അവര് ചോദിച്ചത്. അള്ളാഹ് പറഞ്ഞതോ ഖുൽനാറു ജഹന്നമ അശദ്ദു ഹർറാ. അള്ളാഹ് ഓർമ്മിപ്പിച്ചത് പരലോകമാണ്, മരണാനന്തര ലോകമാണ്, നരകമാണ്, പരലോകമാണ്, മഹ്ശറയാണ് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളും ചിന്തിക്കുന്നത് ഇതല്ല ചൂട്, ഇത് ചൂടാണ്, സഹിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്, AC ഇല്ലാതെ പറ്റുന്നില്ല, ഒരു ഫാന് കൊണ്ട് പറ്റുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതല്ല, ഇതിനേക്കാൾ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, തുദിന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. ഒരു മീൽ എന്ന പദത്തിന്റെ അർത്ഥം ഈ കണ്ണിൽ സുർമയിടാൻ ഉപയോഗിക്കുന്ന ആ കുപ്പിക്കകത്ത് വരുന്ന ഒരു ഗ്ലാസിന്റെ ചെറിയ ഒരു കമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിനാണ് മീൽ എന്ന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അതിനോളം നമ്മുടെ തലക്കുമീതെ സൂര്യൻ എത്തുന്ന ഒരു ദിവസമുണ്ട്. തുദിന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്. നമ്മോട് സൃഷ്ടികളോട് വളരെ സമീപത്ത് നിൽക്കുന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആ ഒരു ദിവസത്തെയാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. ഇന്ന് ലക്ഷോപലക്ഷം കിലോമീറ്ററുകൾ അകലെ നിന്ന് സൂര്യൻ ഉദിക്കുമ്പോ അതിന്റെ ചൂട് പകലിൽ നമുക്ക് അസഹനീയമാണ്, രാത്രിയിലും നമുക്ക് അസഹനീയമാണ്. പക്ഷേ അതേ ആ സൂര്യൻ നമ്മുടെ തലക്കുമീതെ ഒരു ചാൺ അകലെയായിക്കൊണ്ട്, അല്പം ഉയരത്തിലായിക്കൊണ്ട് ആ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ സഹോദരങ്ങളെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇത് ആലോചിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ഹാദിഹി ലത്തി യുഖിദു ബനി ആദമ ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. ഇവിടത്തെ ചൂട്, ഇവിടത്തെ അഗ്നിയുടെ ചൂട്, ഈ ചൂട് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ഹാദിഹി ലത്തി യുഖിദു ബനി ആദം ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നരകത്തിലെ അഗ്നിയുടെ, നരകത്തിലെ ചൂടിന്റെ 70 ഒരംശം മാത്രമേ ഇവിടെയുള്ളൂ. എത്ര ശക്തമായ ചൂട് വന്നാലും, എത്ര ശക്തമായ തീയുണ്ടായാലും, ആ തീക്ക് എത്രത്തോളം പവർ ഉണ്ടെന്ന് പറഞ്ഞാലും, ഏറ്റവും ശക്തമായത് നരകത്തിലെ 70% മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇവിടുത്തെ അഗ്നിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു വിരല് ധൈര്യത്തോടു കൂടെ വെക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ കൈ വെക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്നാൽ ഇതിനേക്കാൾ 70 ഇരട്ടി ശക്തിയുള്ള, പവറുള്ള അഗ്നിയാണ് നരകത്തിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. സഹോദരങ്ങളെ, ദുനിയാവിലെ ചൂട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിങ്ങനെ ഒരു തണുത്ത കാറ്റ്, ആ ശക്തമായ വേനലിൽ, ശക്തമായ ചൂടിൽ ഒരു തണുത്ത കാറ്റ് കിട്ടിയാൽ വല്ലാത്തൊരു ആശ്വാസമാണ്. അതേ രൂപത്തിൽ തന്നെ ഒരു അല്പം തണുത്ത വെള്ളം കുടിച്ചാൽ വല്ലാത്തൊരു ആശ്വാസമാണ്. ഒരു മഴ കിട്ടിയാൽ വല്ലാത്തൊരു ആശ്വാസമാണ്. പക്ഷേ നരകത്തിലെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? നരകത്തിലെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിദ്ദത്തുൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ഈ നരകത്തിൽ ഇവിടത്തെ ചൂടുണ്ടല്ലോ, ശക്തമായ ചൂട്, ഇത് നരകത്തിലെ ഒരു നിശ്വാസമാണ്. വളരെ നരകത്തിലെ ചൂടിന്റെ ഒരു അല്പഭാഗം മാത്രമാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ പരിശോധിച്ചു നോക്കൂ, പാരത്രിക ലോകത്ത് നരകത്തിലെ ചൂടിന്റെ അവസ്ഥ, അവിടുത്തെ നരകത്തിലെ ചൂടിന്റെ അവസ്ഥ, അതേ രൂപത്തിൽ തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ എത്രത്തോളമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു വേണം ജീവിക്കാൻ. ഇവിടെ പലതും നമ്മോട് പറയാൻ, പലതും നമ്മോട് പ്രചരിപ്പിക്കാൻ, നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ പല ആളുകളും ഉണ്ടാകും. പക്ഷേ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്, അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ ലോകത്തേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് നാം. അതുകൊണ്ട് ഇത്തഖുല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിലുടനീളം റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. അള്ളാഹു പറയാ, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്?
അതാ പരിശോധിക്കേണ്ടത്. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് AC ഇട്ടാൽ മതിയാകും, ശീതീകരിച്ചാൽ മതിയാകും, ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാതിരുന്നാൽ മതിയാകും, യാത്ര ചെയ്യാതിരുന്നാൽ മതിയാകും, ജോലിയുടെ സമയമാറ്റം മതിയാകും. പക്ഷെ നരകത്തിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിലെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നും മതിയാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ നമ്മൾ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്തു വെച്ചു? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹു വീണ്ടും പറയാണ്, അടിക്കടി പരിശോധിച്ചു കൊണ്ടിരിക്കണം നമ്മൾ. എന്താ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ, എന്റെ ഒരു ചാൺ മുകളിലായിക്കൊണ്ട് സൂര്യൻ ഉദിക്കുന്ന പരലോകത്ത് അവിടെ എനിക്ക് തണല് കിട്ടുന്ന വിഭാഗം ആളുകളുണ്ടല്ലോ. അള്ളാന്റെ റസൂൽ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അവരുടെ കൂട്ടത്തിൽ ആ 7 വിഭാഗം ആളുകളെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിത്തരുന്നുണ്ട്. ഒരു നിഴലും ഒരു തണലുമില്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു തണല് നൽകുന്ന 7 വിഭാഗം ആളുകൾ. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഓരോ ആളുകളും എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? എന്റെ നമസ്കാരം എന്താ അവസ്ഥ? എന്റെ ജമാഅത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? എന്റെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എന്താ? റമദാനോട് കൂടെ നിർത്തിവെച്ചതാണോ? എല്ലാം റമദാനിൽ മാത്രം തറാവീഹ്, അതിനുശേഷം വിത്ർ നമസ്കാരമില്ല, അതിനുശേഷം തഹജ്ജുദ് നമസ്കാരമില്ല, അതിനുശേഷം ഖുർആൻ പാരായണമില്ല, ഖുർആൻ പഠനമില്ല, ദാനധർമ്മങ്ങളില്ല, സുന്നത്ത് നോമ്പുകളില്ല, സ്വലാത്തില്ല, ദിക്റില്ല, നന്മകളൊന്നുമില്ല. ഒക്കെ നമ്മൾ എല്ലാം ഉപേക്ഷിച്ചിട്ടാണോ നമ്മൾ അടുത്ത മാസങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്? അങ്ങനെ ആവരുത്. ഈ ശക്തമായ ചൂടിലും അള്ളാഹു പറഞ്ഞതുപോലെ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഇങ്ങനെ സഹിക്കുമ്പോ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ, ഈ ഉഷ്ണത്തിൽ കൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുകയും തന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അത്തരക്കാരുടെ കൂട്ടത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ കടന്നു വരുമ്പോഴും വിശ്വാസി അതിൽ നിന്നൊക്കെ റബ്ബിനെ തിരിച്ചറിയാനും, ആ റബ്ബിലേക്ക് തിരിച്ചു പോകാനും, ആ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമാണ് പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ സൂറത്തു ഇൻസാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പ് എന്തിനാണ്, ഏത് രൂപത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. ഇഷ്ടമുള്ള ആളുകൾക്ക് ഷാക്കിറായി ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാം. വ ഇമ്മാ കഫൂറ, ഇനി നന്ദികേട് ചെയ്തുകൊണ്ട് കാഫിറായിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുമാകാം. ഇവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ബലാത്കാരമോ ഒരു നിർബന്ധ തരത്തിലുള്ള മതപരിവർത്തനം ഇതൊന്നുമില്ല. ഇമ്മാ ശാക്കിറൻ, ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നതാണെന്നും ആ റബ്ബിനെ നന്ദിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഒരു ഷാക്കിറായ അബ്ദ് എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണെന്നും ബോധ്യമുള്ള ആളുകൾ ഷാക്കിറായിട്ട് ജീവിക്കും. ഇനിയല്ല, അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് ഷാക്കിർ അല്ലേ? തൽക്കാലം അങ്ങനെ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? ദുനിയാവിൽ അതിനും തടസ്സമൊന്നുമില്ല. പക്ഷെ അള്ളാഹു അടുത്ത പറഞ്ഞെന്താ? ഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. പക്ഷെ കാഫിറുകൾക്ക് നരകമുണ്ട്. സഈർ, കത്തിയെരിയുന്ന നരകം അവർക്കുണ്ട്. ഈ അതിശക്തമായ
കത്തിയാളുന്ന ആ നരകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെടും. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളായിട്ടല്ല, ശാക്കിറുകളായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ ശാക്കിറുകളായി ജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും പരിശ്രമങ്ങളുമാണ് ഒരു വിശ്വാസിയിൽ, വിവേകശാലിയായ ബുദ്ധിയുള്ള ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് ആ ആയത്തുകളിലൂടെ തന്നെ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ആ സൂറത്തിലൂടെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അപകടങ്ങൾ പടർന്നു പന്തലിക്കുന്ന ഖിയാമത്ത് നാളിനെ, ആ ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാണ് വിശ്വാസികൾ. അവർക്ക് ഈ ദുനിയാവിൽ ആ നരകത്തെക്കുറിച്ചിട്ട് ഓർമ്മ ഉണ്ടാകും. ഇവിടെ ചൂട് വരുമ്പോ ആ നരകത്തിലെ ചൂടിനെ കുറിച്ചിട്ട് അവർ ഓർക്കും. ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പടച്ച റബ്ബേ, നരകത്തിലെ ചൂട് ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് അവർ ആലോചിക്കും. അങ്ങനെ ആ ചൂടിലേക്ക് ഒരു കാരണവശാലും എത്തിപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധിയാൽ അവർ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കുന്നവരാണ് ദുനിയാവിൽ. അവർ അത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ് ദുനിയാവിൽ. അവർ അത്തരത്തിലുള്ള എൻജോയ്മെന്റുകളിൽ നിന്ന്, ആസ്വാദനങ്ങളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ് ദുനിയാവിൽ. കാരണം യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, വല്ലാത്ത ഒരു ലോകമാണ് ആ ലോകമെന്ന് അവർക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം വെറും നിസ്കാരം നോമ്പും മാത്രമല്ല, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളും അവർ ചെയ്യും. ഇതൊക്കെ എന്തിനാ അവർ ചെയ്യുന്നത്? ഒക്കെ റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ട് മാത്രം. അവർ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, പടച്ച റബ്ബിന്റെ ഭയാനകമായ നരകം, പരലോകം, അതിന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്, അതിന് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അവിടെ ഞങ്ങൾക്ക് രക്ഷപ്പെടണം. ഈ ഒരു ചിന്ത, പരലോകബോധം വിശ്വാസിക്കുണ്ടാകും. സഹോദരങ്ങളെ, ഈ ശക്തമായ ചൂടിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും, ജോലിക്കും അതുപോലെ തന്നെ കിടന്നുറങ്ങാൻ പോലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് പരലോകത്തെയാണ്. അള്ളാഹു ഓർമ്മിപ്പിച്ചത് പരലോകത്തെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നത് പരലോകത്തെയാണ്. ആ പരലോകത്തെ ചൂടിൽ നിന്ന്, അതിശക്തമായ അസഹനീയമായ നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ആ രൂപത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചത് സന്തോഷത്തിന്റെ ഗേഹത്തിലേക്ക് അവരെ പ്രവേശിക്കും. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം, ആ ദിവസത്തെ മുഴുവൻ തിന്മകളിൽ നിന്നും അല്ലാഹു അവർക്ക് സംരക്ഷണമേകും. ഇത്തരം നന്മകൾ ജീവിതത്തിലുള്ളവർക്കാണ്, ആ പരലോകത്തെ ഭയപ്പെട്ട് ജീവിച്ചവർക്കാണ്, ആ പരലോകത്തെ ചൂടിനെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച ആളുകളാണ്. അവർക്ക് വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, അവർക്കാണ് സ്വർഗമുള്ളത്. അവരിവിടെ ക്ഷമിച്ചതുകൊണ്ട് അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതും ഇതാണ്. ഈ ശക്തമായ ചൂടിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരലോകമുണ്ട്. ആ പാരത്രിക ലോകത്തെ ചൂടിൽ രക്ഷപ്പെടണം. അതിന് വേണ്ട പണി, അധ്വാനം, അത് ഇവിടെ നിന്ന് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ അധ്വാനിക്കാൻ ഒരു നോമ്പിന്റെ മാസത്തിൽ മാത്രമല്ല, നോമ്പിന് ശേഷവും പടച്ച റബ്ബ് നമ്മളെ കാണുന്നുണ്ട്, അവൻ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ അമാലുകളൊക്കെ അവനിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്, അതൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ബോധ്യത്തോടുകൂടെ, തഖ്വയോടുകൂടെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ.